3.16 കോടിയുടെ 18 പദ്ധതികൾ ഗീതാഗോപി MLA തടഞ്ഞുവെച്ചെന്നാരോപിച്ച് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CC മുകുന്ദൻ MLA ആയിരിക്കെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2025-26 വർഷത്തിൽ അനുവദിച്ച 3.16 കോടിയുടെ 18 പദ്ധതികളാണ് നിലവിൽ അനുമതി നൽകാതെ ഗീതാഗോപി MLA തടഞ്ഞുവെച്ചിരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന MLA ഓഫീസ് മാർച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഉദ്ഘാടനം ചെയ്തു. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഷൈൻ നെടിയിരിപ്പിൽ സ്വാഗതവും P കൃഷ്ണനുണ്ണി നന്ദിയും പറഞ്ഞു. ബഗീഷ് പൂരാടൻ, TG രതീഷ്, ഗോകുൽ കരിപ്പിള്ളി, നിഷ പ്രവീൺ, സുനിൽ ദത്ത്, NS സുഗതൻ, ബിജോയ് പുളിയമ്പ്ര എന്നിവർ നേതൃത്വം നൽകി. ഭരണാനുമതി ആകാത്ത 3.16 കോടിയുടെ പ്രവർത്തികൾക്ക് നിലവിലെ MLAയുടെ അനുമതിക്കത്ത് നൽകാൻ കളക്ടർ ആവശ്യപ്പെട്ടിട്ടും ഗീതാഗോപി MLA നൽകിയില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. കൂടാതെ 50 കോടിയോളം രൂപയുടെ സർക്കാർ ബഡ്ജറ്റ് പദ്ധതികൾ ഫോളോ അപ്പ് ചെയ്യാതെ ലാപ്സായി പോകുന്ന അവസ്ഥയിലാണെന്ന് BJP ആരോപിച്ചു. വാർത്തകൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് മനോരമയിൽ ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് വാർത്ത വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ സത്യസന്ധമായ ചില കാര്യങ്ങൾ ഇവിടെയുള്ള ജനങ്ങളോടും നമ്മുടെ BJP പ്രവർത്തകരോടും പറയണം എന്നൊരാഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. നമുക്കറിയാം, ഈ മണ്ഡലം പഴയ കാലത്ത് ഉണ്ടായിരുന്ന കാലത്ത് CPIയുടെ പ്രതിനിധികളാണ് ഇവിടെ ഭരിക്കപ്പെട്ടത്. അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി ഈ കാലഘട്ടത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ മണ്ഡലങ്ങളെ വേർതിരിക്കുന്ന സമയത്ത് ഈ മണ്ഡലം ഒരു പുതിയ മണ്ഡലമായി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇവിടെ ജനപ്രതിനിധിയായി മത്സരിച്ചത് ഗീതാഗോപി MLA ആണ്. രണ്ട് ടേം എന്ന് പറഞ്ഞാൽ 10 വർഷക്കാലം നമ്മുടെ മണ്ഡലത്തിൻ്റെ പ്രവർത്തനം നടത്തുകയുണ്ടായി. നമ്മുടെ മണ്ഡലം എന്ന് പറഞ്ഞാൽ 9 പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട മണ്ഡലമാണ്. ഏകദേശം 3 ലക്ഷത്തിന് താഴെ ജനങ്ങൾ കടക്കാനുണ്ടായ സാഹചര്യം വളരെ വിശദമായി മുകുന്ദേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സമരം മുകുന്ദേട്ടന്റെ മകളുടെ കല്യാണത്തിന് 150 പവൻ സ്വർണം കടക്കാൻ വേണ്ടി നടത്തുന്നതല്ല. ഒരു ഗതിക്ക് പരഗതിയില്ലാത്ത, അഷ്ടിക്ക് വകയില്ലാത്ത ഒരു കുടുംബത്തിലെ പെൺകുട്ടിക്ക് 150 പവൻ സ്വർണം കൊടുത്ത് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സമരമല്ല. എന്തിനാണ് ഈ സമരം? കഴിഞ്ഞ MLA ഈ നാട്ടിലെ നികുതി പണത്തിൽ നിന്ന് ഈ നാട്ടിലെ അംഗൻവാടികൾ, സാധാരണക്കാരന്റെ റോഡുകൾ, ഹൈമാസ്റ്റ് ലൈറ്റുകൾ, ഇങ്ങനെ ഈ സമൂഹം